ഒരു ഒഫീഷ്യൽ ആവശ്യത്തിനായിട്ട് ജിത്തോട്ടൻ 2 ദിവസത്തിന് ഡൽഹിയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ 2 ദിവസം വീട്ടിൽ. ഫസ്റ്റ് ടൈമാണ് ഞാനും കുട്ടികളും ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കേട്ടോ. അതും വർക്കിംഗ് ഡേ കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഇവരുടെ സ്കൂള്, റിച്ചുവിൻ്റെ ട്യൂഷൻ, എൻ്റെ മീറ്റിംഗ്സ് എല്ലാം കൂടെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ നല്ല സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാനിങ്ങും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മീറ്റിംഗ്സും വരിക 6 to 8 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ വർക്കൊക്കെ ഞാൻ തീർത്ത് വെച്ചു. പാരലായിട്ട് കുക്കിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം 8 മണിയാകുമ്പോഴത്തേക്കും ഡിന്നർ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മീറ്റിംഗ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ ഡിന്നർ കഴിക്കാമല്ലോ. ഇപ്പം ഇന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചപ്പാത്തിയും ഗാർലിക് ക്രീമി ചിക്കനും ആട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ബ്രോക്കലി ഉണ്ടായിരുന്നു. ബ്രോക്കലിക്ക് ആ സമയത്ത് നല്ല വിലക്കുറവുണ്ടായിരുന്നു. ഏകദേശം 19 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് അധികം തന്നെ വാങ്ങിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെച്ച് ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് അതും കൂടെ സൈഡായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അച്ഛൻ വൈകുന്നേരം വരില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. നോർമലി രാത്രി വരെയൊക്കെ അവർ വെയിറ്റ് ചെയ്യാറുണ്ട്. ഓഫീസിലെ ഡിന്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി ലേറ്റായി വരുന്നതുകൊണ്ട് രാത്രി കിടക്കുന്നത് വരെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. കിടക്കുന്ന സമയമാകുമ്പോഴത്തേക്കും പുള്ളീനെ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനായിട്ടൊന്നും പറയാനും പോയിട്ടില്ല. ഏതായാലും ഡിന്നറൊക്കെ കഴിഞ്ഞ് പതുക്കെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് February 13 കേട്ടോ. അതായത് വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസം. അങ്ങനെ കറക്റ്റ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പകുതി ആയപ്പോഴത്തേക്കാണ് നമുക്കൊരു പാഴ്സൽ വന്നത്. വേറൊന്നുമല്ല, ജിത്തുവേട്ടൻ വാലന്റൈൻസ് ഡേ ആയിട്ട് ഞങ്ങൾക്കൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് എന്താണ് വാലന്റൈൻസ് ഡേ ഒന്നും അറിയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഗിഫ്റ്റ് ചെയ്യേണ്ട ദിവസമാണ്. അച്ഛന് നമ്മൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചതാണെന്ന്. അപ്പോഴാണ് അച്ഛനൊന്നും വരില്ല എന്നൊക്കെ അവരറിയുന്നത്. അപ്പോഴത്തേക്കും അവർ ഭയങ്കര ഇമോഷണലായി. അപ്പോൾ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്തു കൊടുത്തു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒഫീഷ്യൽ ഒരു ആവശ്യത്തിന് പോയതാണ്, അതുകൊണ്ട് നമുക്ക് കൂടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ പിന്നെ നേരത്തെ സ്കൂളിലൊക്കെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം കിടന്നു.